രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റവും പ്രകടനങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനമൊക്കെ അനുദിനം വളരെ വളരെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് കാണാം. ഒരു തികഞ്ഞ ഗാന്ധിയൻ എന്നുള്ള നിലയിൽ തന്നെ രാഹുൽ ഗാന്ധി പെരുമാറുന്ന കാഴ്ച ഈ അടുത്ത സമയത്ത് കാണാനിടയായി. സ്മൃതി ഇറാനി എന്ന് പറയുന്ന മുൻ മന്ത്രി, ബി ജെ പിയുടെ മന്ത്രിയായിരുന്നു. അവർ യഥാർത്ഥത്തിൽ അവിടെ രാഹുൽ ഗാന്ധി തന്നെ പരാജയപ്പെടുത്തി ജയിച്ചു വന്ന ആളാണ്. അപ്പോൾ അവിടെ ആ മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഈ രാഹുൽ ഗാന്ധിയെ അതായത് ബി ജെ പിക്കാരെല്ലാം ധാരാളം ആക്ഷേപിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഈ സ്മൃതി ഇറാനി തന്നെ വളരെ കൂടുതൽ ആക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. ഈ കഴിഞ്ഞ ഇലക്ഷന് പോലും അവർ മത്സരിച്ചപ്പോഴും അവരും അന്നും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്താണ് അവർക്കെതിരെ മത്സരിക്കാൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് അത്രത്തോളം ആക്ഷേപിക്കപ്പെടുമ്പോൾ, അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാവും, വിഷമം വരേണ്ടതാണ്. പക്ഷെ ആ വിഷമം വന്നാലും അത് സഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗാന്ധി മാർഗം. സ്മൃതി ഇറാനിയെ ഒരുപാട് പേര്, അതായത് കോൺഗ്രസിൽപ്പെട്ട ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വലിയ അറ്റാക്കൊക്കെ നടത്തി, സ്വഭാവഹത്യയും അതും ഇതുമൊക്കെ അവർക്കെതിരെ നടത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ചെയ്യാൻ പാടില്ല ഒരിക്കലും. അവരൊരു രാഷ്ട്രീയ നേതാവായിരുന്നു, അവർ ഇലക്ഷന് മത്സരിച്ച് ജയിച്ചവരാണ്, ഒരു മുൻമന്ത്രിയാണ്. അവർ ഒരു ഇലക്ഷന് പരാജയപ്പെട്ടതുകൊണ്ട് ആ സ്ത്രീയെ അങ്ങനെ വ്യക്തിഹത്യ നടത്താൻ പാടില്ല എന്നുള്ള ഒരു കർശനമായ നിലപാടെടുത്തത് രാഹുൽ ഗാന്ധിയാണ്. അതിന് നമ്മൾ വളരെ സ്തുതിക്കണം, വളരെ നല്ല കാര്യമാണ്. ഇതെന്താ പറയുക, ഇത് രാഹുൽ ഗാന്ധിയിലെ വലിയ നന്മയാണ് നമ്മൾ കാണുന്നത്. അത് ആരും കണ്ട് തിരിച്ചറിയണം. ഏതായാലും അതിനെ ആരും ആക്ഷേപിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം അത് വലിയ കാര്യമുണ്ട്. പണ്ട് പപ്പു എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കപ്പെട്ട രാഹുൽ ഗാന്ധി അവരുടെ രക്ഷയ്ക്ക് പോലും ഇപ്പം വന്നാണ് നിങ്ങൾ ആരും ഇത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഈ രീതിയിലുള്ള പ്രവർത്തനം പാടില്ല എന്നുള്ള താക്കീതാണ് രാഹുൽ ഗാന്ധി കൊടുത്തത്. അത് എല്ലാവരും കണ്ട് പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ. ഒരു നല്ല നേതാവിന് ചേർന്ന ഒരു ഗുണമാണ് അതുണ്ടായത്. അത് രാഹുൽ ഗാന്ധിയെ വളരെയധികം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഞാൻ ഈ പോയിന്റ് ഔട്ട് ചെയ്തത്. ഇതുപോലെ ധാരാളമുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ കണ്ടു, മണിപ്പൂരിൽ പോയി. ഇതൊക്കെ അതൊരു പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ സ്ഥാനമുണ്ട്, പക്ഷേ ക്യാബിനറ്റ് റാങ്കാണല്ലോ അത്. എന്നാലും അതുകൊണ്ടൊന്നുമല്ല അവിടെ ചെല്ലുന്ന ജനങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഒരുപാട് ഈ ബി ജെ പിക്ക് അത് വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു നമ്മുടെ രാജ്യത്ത്. ആ 13 തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. ആ 13 തെരഞ്ഞെടുപ്പുകൾ നടന്നതിൽ 10 ഇന്ത്യ മുന്നണിയാണ് വിജയിച്ചേക്കുന്നത്. അത് ബി ജെ പി ഒന്ന് തിരിച്ചറിയണം. അവരുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ ആളുകളെ ആക്ഷേപിക്കാനും ഇതേപോലെ വ്യക്തിഹത്യ നടത്താനും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ മനസ്സിനെ വെയിൽ കെട്ടിത്തിരിക്കാനും ഒക്കെ നടക്കുമ്പോൾ ഇവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത് പ്രശ്നം ഉണ്ടാവും, എപ്പോഴായാലും ഇത് അവർക്ക് തന്നെ തിരിഞ്ഞു കുത്തും എന്നവർ മനസ്സിലാക്കണം. ആ വ്യക്തിഹത്യയിലും ഒക്കെ കൂടെ നടത്തിയാണ്, അതുപോലെ തന്നെ മതാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയാണ് ഇവർ യഥാർത്ഥത്തിൽ വോട്ട് പിടിച്ചു പോയത്. പക്ഷേ നമ്മുടെ നാട് മാറുന്നു, ലോകം മാറുന്നു, നമ്മുടെ നാട് മാറുന്നു എന്നൊന്നും മനസ്സിലാക്കണം. ആളുകൾക്ക് എന്നൊന്നും ഈ ക്ഷേത്രത്തിലൊന്നും കാണിച്ചുകൊണ്ട് ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതാ വേണ്ടത്. നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് കേട്ടോ. ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പോകുന്നു, പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ സന്യാസിമാർ വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതിന്റെ വൈരുദ്ധ്യം ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ കാണുന്നതാണ്, നമ്മൾ കണ്ടതാണ്. ഈ കാഴ്ചപ്പാട് കൊണ്ടൊന്നും ഇനി ഈ പ്രകടനങ്ങൾ കൊണ്ടൊന്നും പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. ഈ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ശരിയായ പ്രകടനങ്ങളല്ല എന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രകടനങ്ങളാണെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടുത്തെ വോട്ടർമാര് പ്രബുദ്ധരാണ്, അവർ വിഡ്ഢികളല്ല എന്ന് അവർ തന്നെ തെളിയിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് ഇനിയും അവർ തെളിയിക്കും, അവർ വിഡ്ഢികളല്ല എന്ന്. നിങ്ങൾ അവരെ വിഡ്ഢികളാക്കാൻ നോക്കരുത്.